എനിക്കും രണ്ട് മോളാണ്. ഇതൊരു നല്ലൊരു ഗുണപാഠം തന്നെയാണ്. ഞാൻ ബിഗ് ഫാനാണ് ലാലേട്ടൻ്റെ. ഞാൻ ഓൾമോസ്റ്റ് ഒരു മമ്മൂട്ടി ഫാനാണ്. ലാലേട്ടൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, അല്ല ഞാൻ വരികയല്ല. ലാലേട്ടൻ സൂപ്പർ. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇടയ്ക്ക് ശരിക്കും ലാലേട്ടൻ ടെൻസ്ഡ് ആവുന്നുണ്ട് ആ ഒരു വാദത്തിനിടയ്ക്കൊക്കെ. പക്ഷേ അത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ആ മൊമെൻ്റൊക്കെ നല്ല രസമുണ്ട്. സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇതൊരു പാഠമാണ്. അതെ അതെ, പാഠമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കബിൾ ആണെന്നുള്ളത്. ഇപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പറയുന്നു, പക്ഷേ ഇത്രത്തോളം കഴിവ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെ ഇപ്പോൾ എന്താണ്, ഇതുപോലെ ഡിസബിലിറ്റി ഉള്ളവർ ഇതുപോലെ രക്ഷപ്പെടാൻ ഇതുപോലെയുള്ള കഴിവുകളുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിലും എന്താ സംഭവിക്കുക അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ കഴിവുള്ളവർക്ക് പറ്റും എന്നുള്ളൊരു. ലാലേട്ടൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, അല്ല ഞാൻ വരികയല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അനശ്വര രാജനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവരെയൊന്നും എനിക്കറിയത്തില്ല. ലാസ്റ്റ് ആ കുട്ടിയില്ലേ, കുട്ടിയെ അഭിനയൊക്കെ എങ്ങനെ? നല്ല ഇതല്ലേ, അവളുടെ സ്വന്തം കഴിവുകൊണ്ടല്ലേ ഇത് തെളിഞ്ഞത്, അല്ലെങ്കിൽ തെളിയത്തില്ലല്ലോ. ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു പാഠമാണോ? പാഠമാണ്. അതെ, എങ്ങനെയൊക്കെ നോക്കിയാലും സത്യം തെളിയും. അതിനാണ് അവർ നേരന്ന് കൊടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. സൂപ്പറാണ്, കണ്ടിരിക്കുന്ന ഒരു രസമാണ്. ബോറടിപ്പിച്ചൊന്നുമില്ല? ഇല്ല. കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ. നല്ല സൂപ്പറാണ്. ഞാൻ ബിഗ് ഫാനാണ് ലാലേട്ടൻ്റെ. ലാസ്റ്റ് ഇമോഷണൽ കരഞ്ഞോ? ഇല്ല, ചേച്ചിമാരെല്ലാവരും കൂടി കരഞ്ഞു. മോൾക്ക് ഇഷ്ടമായ സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പ്രസൻ്റ്ലി നടക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കാനാണെങ്കിൽ മോസ്റ്റ് ഓഫ്ലി ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു റൂള് അവർ കൊടുത്ത ശിക്ഷ അതല്ല, ശിക്ഷ മാറ്റി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ എന്ത് ശിക്ഷ കൊടുക്കണം? അവനെ ഒന്നെങ്കിൽ സ്പോട്ടിൽ അന്ന് തന്നെ തൂക്കിയില്ല എന്നുള്ളതാണ്. നടുറോട്ടിൽ കൊണ്ടുവന്ന് തൂക്കില്ല. അതായത് ഗൾഫ് രാജ്യത്ത് നടപ്പിലാക്കുന്ന നിയമം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയമഴ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. പിന്നെ ആ അനശ്വര രാജൻ്റെ ഒന്നും പറയാനില്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പണ്ടെന്ന് നേരത്തെ അഭിനയിച്ച പോലെ പൈങ്കിളി പ്രണയമല്ല, നല്ല അടിപൊളി അഭിനയം ഈ ഒരു മൂവിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പ്രിയാമണിയുടെയും മോഹൻലാലിനും കൂടെ ചെറിയൊരു പഴയൊരു കാലഘട്ടം കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ പടം ഇത്തിരി എൻഗേജിങ് ആയിരുന്നു. ഒരു ഫ്ലാഷ് ബാക്ക് കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ. സിദ്ദിഖ് ഓഫ് കോഴ്സ് ഒരു ക്ലാസിക് വില്ലനെ പോലെ തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ തന്നെ അങ്ങനെയാണ് നിലനിന്നുകൊണ്ട് നല്ല സിനിമയായിരുന്നു. കുറേ നാളത്തിന് ശേഷം ഒരു നല്ലൊരു സിനിമ കണ്ടത്. നല്ല സൂപ്പർ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ട് വരുന്ന സിനിമ. സിദ്ദിഖാണെങ്കിലും ജഗദീഷ് എല്ലാവരും നല്ലതായിരുന്നു. സിനിമയും കണ്ടിരിക്കാൻ പറ്റും നമുക്ക്. കുറേ ലാസ്റ്റ് ഇറങ്ങുന്ന സീനുണ്ടല്ലോ, മോഹം തലയിലോട്ട് ഇത് മാറ്റി, നല്ല ഒരു നമ്മൾ കരഞ്ഞു പോയി അത് കണ്ടപ്പോൾ. നമുക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അത്. എനിക്കും രണ്ട് മോളാണ്. അപ്പം നമുക്ക് ഇതൊരു നല്ലൊരു ഗുണപാഠം തന്നെയാണ്. എല്ലാവരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകൾക്ക് എതിരെയുള്ള ഇതുപോലുള്ള ശിക്ഷ. അതെ, എന്നുവെച്ചാൽ ഇത് 12 വർഷമൊന്നും ആക്കരുത്, പറഞ്ഞ പോലെ പെട്ടെന്ന് ആക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും സിദ്ദിഖിൻ്റെ ആണെങ്കിലും വെറൈറ്റി ഒരു അഭിനയമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, ആരും ബോറടിക്കത്തില്ല. പടം തുടങ്ങിയിട്ട് അവസാനം പോയി അറിയുന്നില്ല സിനിമ എങ്ങനെയാണ് പോകുന്നത് പോലും അറിയുന്നില്ല. അതേ രീതിയിൽ ഒരു ബോറടി ഇല്ലാത്ത നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജിത്തു ഒരു സംവിധാനം വളരെ അടിപൊളിയായിരുന്നു. തിരക്കഥ സൂപ്പറായിട്ടുണ്ട്. ഇതുപോലെ അത് ബോറടിക്കുന്നില്ല. പടം തുടങ്ങുന്നിട്ട് അവസാനം നമ്മൾ അറിയുന്നില്ല എങ്ങനെയാണ് ഈ സിനിമ ക്ലൈമാക്സ് ത്രില്ലടിപ്പിക്കുന്ന സിനിമ. എല്ലാവരും അടുത്ത രംഗം എന്താണെന്നുള്ള ചിന്താഗതിയോ എല്ലാവരും മനസ്സിലാകും. അടുത്ത രംഗം എന്താണെന്നുള്ള ആ ഒരു ഫീലിംഗ് ആവുന്നത് അടിപൊളി സൂപ്പർ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പടത്തിന് നേരെ ഈ ഒരു രീതിയിൽ പടം പോകുന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറമാണ് ഈ പടത്തിലൂടെ കാണിക്കുന്നത്. പടത്തിനെ കുറിച്ച് പറയാൻ ഞാൻ ഓൾമോസ്റ്റ് ഒരു മമ്മൂട്ടി ഫാനാണ്. പക്ഷേ പടം കൊള്ളാം, നല്ല പടം. പ്രത്യേകിച്ച് അനശ്വരയുടെ ആ ഒരു ക്യാരക്ടർ അത് എടുത്തു പറയാൻ പറ്റുന്നത് തന്നെയാണ്. വളരെ ഇതുപോലത്തെ ഒരു അഭിനയം പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്നും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നല്ല ഒരു അഭിനയം. പിന്നെ മോഹൻലാലിനെ പറയാനല്ലോ, അഭിനയിക്കാൻ അറിയാം. അതിന് വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു റോള് കൈകാര്യം ചെയ്ത് പടം കൊള്ളാം. സിദ്ദിഖും ജഗദീഷൊക്കെ അഭിനയിച്ച് തെളിഞ്ഞവരാണ്. അതിൻ്റെ അകത്തൊന്നും മോഹൻലാൽ എല്ലാം അഭിനയിക്കാൻ അറിയാമെന്നല്ലോ. ഇതിൻ്റെ അകത്ത് മെയിൻ എടുത്തു പറയേണ്ടത് ഈ അനശ്വരയുടെ ക്യാരക്ടറാണ്. കൊള്ളാം. ഒരു കോടതിയിൽ നടക്കുന്ന ഒരു ഇതാണല്ലോ. കോടതി സിനിമകളിൽ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാലും ഇത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായൊരു പ്രമേയം. ഇതുപോലെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു പാഠമാകുമോ? അതാ തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ജീവപര്യന്തം കൊടുക്കാതെ അപ്പം തന്നെ തൂക്കിടുക, അല്ലെങ്കിൽ അപ്പം തന്നെ വെടി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും കാണാം. ഇതുപോലെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു പാഠമാണോ ഈ സിനിമ? പിന്നെ തീർച്ചയായിട്ടും. ലാസ്റ്റത്തെ ആ സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലാസ്റ്റത്തെ സീന് ഒരുപാട് കരഞ്ഞുപോയി. കാരണം കരഞ്ഞുപോയോ? പിന്നെ തീർച്ചയായിട്ടും. അനശ്വര രാജൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി ആക്ടറാണ്. പ്രിയാമണി ഭാവിയുള്ളൊരു കുട്ടിയാണ്.
പ്രിയാമണിയാണേലും എല്ലാ ആക്ടേഴ്സ് എല്ലാവരും നല്ല മെസ്സേജ് തരുന്ന ഫിലിം തന്നെയാണ്. മെസ്സേജ് അവസാനം കുട്ടി മുഖം എല്ലാവരെയും കാട്ടിക്കൊടുത്തു പോയില്ലേ, അത് തന്നെയല്ലേ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെയാണ്, എവിടെയും തോറ്റു പോകരുത്, സ്ത്രീകൾക്ക് നല്ലൊരു പാഠമാണ്. പ്രചോദനമാണ് സിനിമ തന്നെ. പിന്നെ തീർച്ചയായിട്ടും നല്ല സിനിമ. ഇൻ്റർവെല്ല് കഴിഞ്ഞ് പടം സൂപ്പറാകുന്നുണ്ട്. ചെയ്യാതിരിക്കുമല്ല, ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും ഇതിനെ പേടിച്ചല്ലേ നടക്കുന്നത്. അതിനോട് നമ്മൾ തലയുയർത്തി നടക്കാൻ ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ക്ലൈമാക്സ് ഇമോഷണൽ. നല്ല പടമാണ്. ആ കുട്ടിയൊക്കെ കറക്റ്റ് ജീവിക്കുമായിരുന്നു, ഓരോ നടന്മാരും നടിമാരും. പക്ഷെ അവരാണെന്ന് നമുക്ക് തോന്നത്തില്ല. അത് കറക്റ്റ് കോടതി, നമ്മൾ ഇതുവരെ കണ്ട് പരിചിതമായ സിനിമ പോലെയൊന്നുമല്ല. നമുക്ക് ഒരു കോടതി നടക്കുന്ന എന്താണോ അതായിട്ടാണ് നമുക്ക് അതൊക്കെ പോലെ തന്നെയാണ് തോന്നുന്നത്. മെസ്സേജ് എന്താ ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഒരു ഇത് മൊത്തത്തിൽ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറ്റുന്നു. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇതൊരു പാഠമാണ് ഈ സിനിമ. തീർച്ചയായിട്ടും. പക്ഷേ ഇത് നമ്മുടെ ഇവിടെ സാഹചര്യത്തിൽ ഇപ്പം അതൊക്കെ നടക്കുന്നുണ്ടോ എന്നറിയില്ല. സിനിമയിൽ കാണാം.